സോ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എസ്റ്ററുകളും അതിൻ്റെ മണവും നമ്മൾ പറഞ്ഞു. എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സിൻ്റെയോ ഫ്ലവേഴ്സിൻ്റെയോ ഒക്കെ മണം ഫ്രാഗ്രൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോണത് ഈ എസ്റ്റേഴ്സ് ഏതൊക്കെ ആസിഡ്, ഏതൊക്കെ ആൽക്കഹോൾ, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ മണം എന്താണ്, ദാറ്റ്സ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലുക്കിംഗ് അബൌട്ട് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് ഈ എസ്റ്റർ ഉണ്ടാകുന്നത്. എത്തനോയിക് ആസിഡും ഐസോ അമൈൽ ആൽക്കഹോൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ എസ്റ്ററിൻ്റെ പേര് ഐസോ അമൈൽ അസറ്റേറ്റ് എന്നാണ്. ഈ ഐസോ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു എസ്റ്റർ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാർബോക്സിലിക് പേര്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആൽക്കഹോൾ, ഇവിടെ എസ്റ്ററിൻ്റെ പേര്. ഐസോ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് ബനാന ഫ്ലേവർ, ബനാനയുടെ സ്മെൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ്. പഠിക്കണം. എത്തനോയിക് ആസിഡ്, ഐസോ അമൈൽ ആൽക്കഹോൾ, ഐസോ അമൈൽ അസറ്റേറ്റ്, ബനാന ഫ്ലേവർ. എത്തനോയിക് ആസിഡ് നോക്കുക, നിങ്ങളുടെ 3 എത്തനോയിക് ആസിഡ് ഉള്ളത്. ഓക്കെ, എത്തനോയിക് ആസിഡ് ബെൻസൈൽ ആൽക്കഹോൾ, എത്തനോയിക് ആസിഡ് ബെൻസൈൽ ആൽക്കഹോൾ, ബെൻസൈൽ ആൽക്കഹോൾ എത്തനോയിക് ആസിഡോട് ചേരുമ്പോൾ ബെൻസൈൽ എത്തനോയിറ്റ്, ബെൻസൈൽ എത്തനോയിറ്റ്, ബെൻസൈൽ എത്തനോയിറ്റ് ഉണ്ടാവും. ഈ ബെൻസൈൽ എത്തനോയിറ്റിന്റെ സ്മെല്ല് ജാസ്മിൻ ആണ്. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ജാസ്മിൻ, ബെൻസൈൽ എത്തനോയിറ്റ്. എത്തനോയിക് ആസിഡും ഒക്ടൈൽ ആൽക്കഹോളും ഒക്ടൈൽ എത്തനോയിറ്റ് ഉണ്ടാവും. ഒക്ടൈൽ ദാണ്ടേ എത്തനോയിറ്റ്, എത്തനോയിക് ആസിഡ്. സോ ഒക്ടൈൽ എത്തനോയിറ്റ് ഉണ്ടാവും. ഒക്ടൈൽ എത്തനോയിക്കേറ്റിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ബ്യൂട്ടനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളും. ബ്യൂട്ടനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളോടെ ചേരുമ്പോൾ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്, ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഈഥൈൽ ബ്യൂട്ടനോയേറ്റിൻ്റെ സ്മെല്ല് പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ്. ഈഥൈൽ ബ്യൂട്ടനോയേറ്റിൻ്റെ സ്മെല്ല് പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ്. ഓക്കെ, ചെറിയൊരു തിരുത്തുണ്ട്. അവിടെ നമ്മൾ പേരിടാൻ പഠിച്ചപ്പോൾ ഈഥൈൻ എന്നല്ല ഈ തൈലാണ് കേട്ടോ. ഇവിടെ ഈ തൈലാണ്, ഈഥൈൻ അല്ല ഈ തൈൽ എത്തനോയേറ്റ് എന്നാണ്. ഓക്കെ, സോ ആൽക്കൈൻ അല്ല ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നാണ്. ഓക്കെ, അതായത് ഈ ഭാഗത്തിൻ്റെ കൂടെ ഐൽ ചേർക്കുക, ഈ ഭാഗത്തിൻ്റെ കൂടെ ഓയേറ്റ് ചേർക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഈഥൈൽ എത്തനോയേറ്റ്. സപ്പോസ് വേറൊരു കോമ്പൗണ്ടിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു കോമ്പൗണ്ടിൻ്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു. ഓക്കെ, പേര് ഞാൻ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ, എന്നിട്ട് അതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സപ്പോസ് ഈ കോമ്പൗണ്ട് എടുക്കുക. ഈ കോമ്പൗണ്ടിൽ ഈ സൈഡിൽ 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മളെന്ത് വിളിക്കും, പ്രൊപ്പൈൽ. ഇത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. എത്തനോയേറ്റ്, മനസ്സിലായോ? പ്രൊപ്പൈൽ എത്തനോയേറ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് പൈനാപ്പിൾ ആണ്. ഓക്കെ, ഇത് പഠിക്കുക കേട്ടോ.